കേരളം ഇന്ന് വിധി എഴുതുകയാണ്. 5 വർഷത്തെ ഭരണത്തിന് ശേഷം ജനങ്ങൾ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്ന ഈ സുപ്രധാന ദിനത്തിൽ രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ കാതോർത്തത് മുഖ്യമന്ത്രി വിജയന്റെ വാക്കുകൾക്കാണ്. 17ാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ പോരാട്ടത്തിൽ കണ്ണൂരിലെ തന്റെ പോളിംഗ് ബൂത്തിൽ അതിരാവിലെ തന്നെ എത്തി മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പ്രകടമായത് തികഞ്ഞ ആത്മവിശ്വാസമാണ്. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന കേവലം ഒരു വാചകമല്ല, മറിച്ച് കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിന് ലഭിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ജനകീയ അംഗീകാരത്തിന്റെ വിളംബരം കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുമെന്നും വികസന തുടർച്ചയ്ക്കായുള്ള ജനവിധി ആയിരിക്കും ഇതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിന്റെ വികസന മാതൃകകൾ ചർച്ചയാകുന്ന ഈ ഘട്ടത്തിൽ വികസന വിരോധികളെയും വർഗീയ ശക്തികളെയും പരാജയപ്പെടുത്തി നാടിന്റെ പുരോഗതിക്കായി ജനങ്ങൾ നിലകൊള്ളുമെന്ന ഉറച്ച വിശ്വാസമാണ് മുഖ്യമന്ത്രി പങ്കുവച്ചത്. മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ കേവലം ഒരു രാഷ്ട്രീയ പ്രതികരണം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന 5 വർഷത്തെ കേരളത്തിന്റെ ദിശയെക്കുറിച്ചുള്ള ഒരു വലിയ സൂചന കൂടിയാണ്. വികസനവും ക്ഷേമവും മുൻനിർത്തിയുള്ള ഭരണ തുടർച്ചയ്ക്കായി ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന LDFന്റെ പ്രതീക്ഷകൾ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് ഇനി മണിക്കൂറുകൾക്കകം നമുക്ക് അറിയാൻ സാധിക്കും. കണ്ണൂരിലെ ബൂത്തിൽ നിന്ന് മുഖ്യമന്ത്രി മടങ്ങിയെങ്കിലും അദ്ദേഹം ഉയർത്തിയ വികസന ചർച്ചകൾ കേരളത്തിലുടനീളമുള്ള പോളിംഗ് ബൂത്തുകളിൽ ഇന്നും സജീവമാണ്. വർഗീയതയും പണക്കൊഴുപ്പിനെയും അതിജീവിച്ച് കേരളത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനുകളിലെ നീണ്ട നിരകൾ സൂചിപ്പിക്കുന്നത് ഓരോ വോട്ടറും തങ്ങളുടെ നാടിന്റെ ഭാവിയെക്കുറിച്ച് എത്രത്തോളം ബോധവാന്മാരാണ് എന്നാണ്. ഏതായാലും വൈകുന്നേരത്തോടെ പോളിംഗ് പൂർത്തിയാകുമ്പോൾ കേരളം ആർക്കൊപ്പം നിൽക്കുമെന്നതിൽ പ്രാഥമികമായ സൂചനകൾ നമുക്ക് ലഭിക്കും. മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം വോട്ടെണ്ണൽ ദിനത്തിലും പ്രതിഫലിക്കുമോ അതോ കേരളം മറ്റൊരു വഴി തിരഞ്ഞെടുക്കുമോ കാത്തിരുന്നു തന്നെ കാണണം. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തെ മുൻനിർത്തിയാണ് മുഖ്യമന്ത്രി തന്റെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. 10 വർഷം മുൻപുള്ള കേരളത്തിന്റെ അവസ്ഥയും ഇന്നത്തെ വികസന കുതിപ്പും തമ്മിലുള്ള വ്യത്യാസം ഓരോ മലയാളിക്കും അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രളയവും മഹാമാരിയും നാടിനെ തളർത്താൻ ശ്രമിച്ചപ്പോഴും തകർന്നു പോയേക്കാവുന്ന നിമിഷങ്ങളിൽ നിന്ന് കേരളത്തെ കൈപിടിച്ചുയർത്താൻ സർക്കാരിന് സാധിച്ചു. ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, മലയോര തീരദേശ പാതകൾ തുടങ്ങി ദശാബ്ദങ്ങളായി മുടങ്ങിക്കിടന്ന വലിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത് അദ്ദേഹം എടുത്തു പറഞ്ഞു. വികസന സാധ്യതകളെ തള്ളിക്കളഞ്ഞ പഴയ രീതി മാറി വികസനം ഓരോ വീട്ടിലും എത്തുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് പോലും കേരളത്തിലെ ജനങ്ങൾ വികസനത്തിനായി ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്നു എന്ന വലിയ അവകാശവാദമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത്. കേരളത്തിൽ ഇന്നു കാണുന്ന വികസന പദ്ധതികൾ ഇനിയും തുടരണമെന്നും അതിനുള്ള ജനവിധിയാകും ഇതെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വർഗീയ ശക്തികൾക്കെതിരെയുള്ള കേരളത്തിന്റെ മനസ്സിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി പിന്നീട് സംസാരിച്ചത്. കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരെ വർഗീയ നീക്കങ്ങൾ കൊണ്ട് സ്വാധീനിക്കാൻ ആർക്കും കഴിയില്ലെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നത് പോലെ പണം ഒഴുക്കിയോ മതപരമായ വേർതിരിവുകൾ ഉണ്ടാക്കിയോ ഇവിടുത്തെ ജനവിധി അട്ടിമറിക്കാൻ കഴിയില്ല. മതേതരത്വത്തിന്റെ ഈ മണ്ണ് എല്ലാത്തരം വർഗീയതയും രാഷ്ട്രീയമായി നേരിടും. പൈസ കൊണ്ട് വോട്ടർമാരെ വിലക്കെടുക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടപ്പില്ല. കേരളത്തിന്റെ മതേതര മനസ്സ് എപ്പോഴും വികസനത്തിനൊപ്പവും സമാധാനത്തിനൊപ്പവുമാണ് നിലനിൽക്കുന്നതെന്നും അനാവശ്യമായ വർഗീയ ധ്രുവീകരണങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിദ്വേഷം പടർത്താൻ ശ്രമിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാകും ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ജനങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നു, ഞങ്ങൾ ജനങ്ങളെയും വിശ്വസിക്കുന്നു എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകളിലെ പ്രധാന ആപ്തവാക്യം. അധികാരത്തിൽ ഇരിക്കുന്നവർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എത്രത്തോളം പാലിച്ചു എന്നതിന്റെ വിലയിരുത്തലാകാം ഇത്. തദ്ദേശീയ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ മുന്നേറ്റം ഇത്തവണയും നിയമസഭയിൽ ആവർത്തിക്കുമോ എന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. ഭാവി കേരളം എങ്ങനെയുള്ളതാകണമെന്ന ചർച്ചകൾക്കിടയിൽ LDF മുന്നോട്ട് വയ്ക്കുന്ന വികസന അജണ്ടകൾക്ക് ബദലില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. നാടിന് പുരോഗതി വേണമെന്നാണ് വോട്ടർമാർ അവകാശപ്പെടുന്നത്. ആ പുരോഗതി ഉറപ്പാക്കാൻ LDFന് മാത്രമേ കഴിയൂ. വികസനവും ജനക്ഷേമവും ലക്ഷ്യമിട്ട് ഭരണ തുടർച്ചയ്ക്കായി കേരളം ഒന്നടങ്കം നിലകൊള്ളുന്ന പ്രത്യാശ പങ്കുവച്ചാണ് മുഖ്യമന്ത്രി തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. വരും മണിക്കൂറിലെ പോളിംഗ് ശതമാനം ഉയർന്നതോടെ ആത്മവിശ്വാസം എത്രത്തോളം ഫലവത്താകുമെന്ന് വ്യക്തമാകും.